ലാൻഡ് ഓഫ് സിൻ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ പുതിയ സ്വീഡിഷ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ലിമിറ്റഡ് സീരീസ് ആണിത്. പീറ്റർ ഗ്രോൺലൻഡ് ആണ് ഇതിന്റെ ക്രിയേറ്റർ. ക്രിസ്റ്റ കോസ്നൻ ആണ് ഇതിലെ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച് ഡാനി എൻഡ്ല എന്ന ഡിറ്റക്റ്റീവ് കാണാതായ ഒരു ടീനേജ് പയ്യന്റെ കേസ് അന്വേഷിച്ച് തുടങ്ങുന്നതാണ് ഈ സീരീസിന്റെ കഥ എന്ന് പറയാം. എന്നാൽ ഈ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ തന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഗ്രാമപ്രദേശത്താണ് അവർക്ക് കേസ് അന്വേഷിക്കാനായിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന വെല്ലുവിളി. പോസിറ്റീവ്സിലാകുന്നതിനെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കഥാപശ്ചാത്തലം ഭയങ്കര രസമാണെന്നുള്ളതാണ്. ഇതിന്റെ ഒരു ലൊക്കേഷനും അവിടുത്തെ കാലാവസ്ഥയുമാണ് ഇത് കണ്ടു തീർക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് എന്ന് പറയാം. ഇതിലൊരു കൃഷിസ്ഥലം ഒരു കഥാപാത്രം പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ടൈറ്റിൽ തന്നെ ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാപക്കറ പുരണ്ട കൃഷിയിടം എന്നൊക്കെ പറയാം. പിന്നെ കഥയുടെ രഹസ്യം എന്താണെന്നുള്ളത് അവസാനം വരെ ഇവര് മറച്ചു വെച്ചത് ആ ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയത് ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഇതില് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും പകയും ഒക്കെ ഒരുപോലെ വിഷയമാവുന്നുണ്ട്. തകർന്നു പോകുന്ന ബന്ധങ്ങളും ബന്ധങ്ങളിൽ വിശ്വാസമില്ലാതെ മനുഷ്യർ എങ്ങനെ മാറുന്നു എന്നുള്ളതും ഒക്കെയാണ് സീരീസ് പരോക്ഷമായിട്ട് പറയുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡുകളിലൊക്കെ വളരെ സ്ലോ ആണ്. കൂടുതൽ ടൈമിലും കാറിൽ യാത്രയാണെന്ന് പറയാം. അങ്ങനത്തെ സീൻസ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു 2ാമത്തെ എപ്പിസോഡിന്റെ അവസാനമൊക്കെ എത്തിയതിനു ശേഷം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് കഥ. ക്ലൈമാക്സ് ഒക്കെ സീരീസിന് നല്ലതായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. സീരീസിന്റെ ലെങ്തും കുറവാണ്. 5 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 40 മിനിറ്റ് വെച്ചാണ് ഓരോ എപ്പിസോഡും ഉള്ളത്. അതുകൊണ്ട് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് സീരീസ് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. കഥയേക്കാൾ മികച്ചതായിട്ട് തോന്നിയത് ഇതിലെ പെർഫോമൻസുകളാണ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ പോസിറ്റീവും. നായിക ഡാനി എൻഡ്ല എന്ന കഥാപാത്രമായിട്ട് ക്രിസ്റ്റ കോസ്നൻ ആണ് വരുന്നത്. ചിലപ്പോൾ വളരെ സെൽഫിഷ് ആണെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലടക്കുന്ന ഒരു കഥാപാത്രമാണ്. പലർക്കും അവരോട് വെറുപ്പാണ്. സീരീസ് മുഴുവനുമുള്ള ആ ഒരു മുഖഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. അവരുടെ പെയിൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ക്രിസ്റ്റ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ക്യാരക്ടറായിട്ട്. എന്നാൽ അതിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ലൈക്കബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മാലിക്. മുഹമ്മദ് നൂർ ഓക്ല എന്ന നടനാണ് ആ വേഷത്തിൽ വരുന്നത്. നൈസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുവരാമായിരുന്നു. കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നി ഇതിലെ. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നിയത് എലിസ് ഡാങ്ക് എന്ന കഥാപാത്രമാണ്. പീറ്റർ ഗ്യാൻമാൻ എന്ന നടനാണ് ആ റോളിൽ വന്നിരിക്കുന്നത്. മികച്ച പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലെ കുട്ടികൾ ടീനേജ് ക്യാരക്ടേഴ്സ് ചെയ്ത ആക്ടേഴ്സ് ആരായാലും അവരും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. അഭിനയിച്ച എല്ലാവരുടെയും ആക്ടിംഗ് ഒക്കെ നൈസ് ആണ്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ലൊക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ മികച്ചതാണ്. എടുത്തു പറയേണ്ടതിന്റെ ഒരു കളർ ടോൺ ആണ്. ആ ഒരു മിസ്റ്ററി മൂഡിന് നല്ല മാച്ചായിരുന്നു ഇതിന്റെ ആ ഒരു കളർ ടോൺ. സ്ലോ ബേണിംഗ് ത്രില്ലർ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ പലപ്പോഴും മനഃപൂർവ്വം സ്ലോ ആക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. വളരെ ഡള്ളായിട്ടാണ് പലപ്പോഴും ഇത് കഥ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അത്രയ്ക്കും എൻഗേജിങ് ഒന്നും അല്ല. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും എങ്ങും തരുന്നില്ല. പിന്നെ പ്രതി ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും ചില ക്യാരക്ടേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും നല്ല പെർഫോമൻസുകളൊക്കെ ഉള്ളതുകൊണ്ടും ആ ലൊക്കേഷൻ മികച്ചതായതൊക്കെ കൊണ്ട് ഞാൻ ഇതിനെ കണ്ടു തീർത്താണ്. പിന്നെ മിസ്റ്ററി ഒക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴും ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ ഒരു ആവറേജ് ക്രൈം ത്രില്ലർ ആണ് ലാൻഡ് ഓഫ് സിൻ എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് ഒരു 1 ടൈം വാച്ച് എന്ന് പറയാവുന്ന ഒരു ഐറ്റം. ലെങ്ത് കുറവായതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും. ഈ സീരീസ് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. 40 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 5 എപ്പിസോഡുകൾ മാത്രമാണ് ഈ സീരീസിനുള്ളത്. സ്വീഡിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഡബ്ബിംഗ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാഷകളൊന്നുമില്ല. തമിഴോ ഹിന്ദി അങ്ങനെയൊന്നും ഡബ്ബിംഗ് ഒന്നുമില്ല. 18+ ഒന്നുമല്ല. ചെറിയ ചില വയലൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.